വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കറി. ഉരുളക്കിഴങ്ങ് അപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ വെക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ടിത് ഉരുളക്കിഴങ്ങ് 3-4 ലിറ്റത്തെ ഉരുളക്കിഴങ്ങ് എടുത്ത് ഒരു 6 ഉരുളക്കിഴങ്ങ്, ഒരു സവോള 3 പച്ചമുളക്, എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുകൂടാ കേട്ടോ. പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, തേങ്ങ, ചെറിയ ജീരകം. ഇനി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞിടുക. ഉരുളക്കിഴങ്ങ് കഴിഞ്ഞിട്ടു. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞിടുക. ഇനി 3 പച്ചമുളക് എടുത്ത് വച്ചിരിക്കുന്ന 3 പച്ചമുളക്. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇനി ഇച്ചിരി പാകത്തിന് ഉപ്പ്. ഇനി വെള്ളം ഒഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ചാറിനനുസരിച്ച് വെള്ളം കൂട്ടി കുറച്ച് ഒഴിക്കാം കേട്ടോ. അതിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കുക. ഒരു മൂന്ന് വിസിലൊക്കെ അടിച്ചാൽ മതി കേട്ടോ. 3 വിസിലടിക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് വേവും. ഉരുളക്കിഴങ്ങ് വേകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് തേങ്ങ അരമുറിയുടെ പകുതിയോ അല്ലെങ്കിൽ അരമുറി തേങ്ങ, ചാറിനനുസരിച്ച് നമുക്ക് തേങ്ങ കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. തേങ്ങ, ചെറിയ ജീരകം, ഇച്ചിരി മഞ്ഞൾപ്പൊടി. ആദ്യം തേങ്ങ ഇടുക. മഞ്ഞൾപ്പൊടി, ഇത് പെരുംജീരകം, ചെറിയ ജീരകം അല്ല പെരുംജീരകം. ഇതെടുത്തിട്ട് 3 കൂടെ അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കുക. ഇത് തീ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ജാർ ഇച്ചിരിയോടെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. ജാറ് കഴുകിയെടുക്കുക ഇച്ചിരി വെള്ളം ഒഴിച്ച്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പാകത്തിന് ഉപ്പാണോ എന്നൊക്കെ നോക്കണേ. ഇച്ചിരി ഉപ്പോടിട്ടുണ്ട്. ഇത് ഒത്തിരി തിളച്ച് വരണ്ട കേട്ടോ. തിളച്ച് വരാറായി പടഞ്ഞ് വരുമ്പോഴത്തേക്ക് നിർത്താം. ഇനി ഉരുളക്കിഴങ്ങിന് കടുക് കളിച്ചെടുക്കാം. ഇത് ചീഞ്ചട്ടി എടുത്ത് വെക്കുക. അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക്
എണ്ണ ചൂടായി വരുന്ന തേക്കിലേക്ക് ഇത് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടും തേക്കുന്നതിലേക്ക് 3-4 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി രണ്ട് കരിയാപ്പില, കുറച്ച് കരിയാപ്പില. ഇനി നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ നിറം മാറി വരുമ്പോഴത്തേക്ക് താളിച്ചിട്ട് ഇതുപോലെ ഉരുളക്കിഴങ്ങിലേക്ക് ഒഴിക്കണം. ഇത് എണ്ണ മൂത്ത് വന്നിട്ട് എണ്ണയ്ക്കകത്ത് ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കുക. ഉരുളക്കിഴങ്ങ് കറി റെഡിയായി. ഇത് അപ്പത്തിന് ചൂടുള്ള അപ്പത്തിൻ്റെ കൂടെ ചൂടോടെ കൂട്ടാൻ പറ്റിയ നല്ല ഉരുളക്കിഴങ്ങ് കറി. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.